ഇന്ന് കാക്ക കപ്സയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം കുറച്ചൊരു മടി ഉണ്ടായിരുന്നു, പിന്നെ ഒക്കെ മാറി കഴിഞ്ഞിട്ട് നല്ലവണ്ണം സംസാരിച്ച് ഇട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഓരേ മല്ലിൻ്റെ ഇല കറിവേപ്പിൻ്റെ ഇല അതൊന്നും പെടൂല. അതിന് എത്ര വെള്ളത്തിലിരുന്നേ? നമുക്ക് എത്ര ആള് വെള്ളം അന്ന് കണ്ടിട്ടപ്പോ ആ ഒരു കപ്പിന് 2 കപ്പ് വെള്ളല്ലേ പറയാ. ആദ്യം കോഴി വീങ്ങില്ലേ? ആദ്യം കോഴി വീങ്ങ. ക്യാരറ്റ് സ്ലൈസായിട്ട് നുറുക്കുന്നു. പച്ചമുളക് വെറും കീറിയിടുക. വെളുത്തുള്ളി സ്ലൈസായി കട്ട് ചെയ്യാം. വലിയ ഉള്ളി ഒരു ഉള്ളി സ്ലൈസായി കട്ട് ചെയ്യാം. സാധനങ്ങൾ പറഞ്ഞാളേ. 4 പച്ചമുളകും 1 ക്യാരറ്റും. അവസാനം പറയില്ലേ? ഇടുമ്പോ പറയാന്നാ ചെറിയ പറയുന്നത് അല്ലേ? ഇത് ചിക്കൻ 1 കിലോയിലേറില്ലേ? ഇതെല്ലാം വേണം. ചിക്കനൊന്നും വേണ്ട. എല്ലാം വേണ്ടല്ലോ. ഞാൻ അരിയാണത് പറഞ്ഞു നോക്കി ഒരു സൈഡിലൊക്കെ. അത് കരിവേപ്പിൻ്റെ ഇത്ര തണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടായി. ഒരു 4 തണ്ട് കരിവേപ്പിൻ്റെ ഇല മുറിച്ചിടുക. മല്ലിയില 2 തണ്ട്. ഉറക്കനെ പറഞ്ഞു നോക്കി, അല്ലെങ്കിൽ എന്തോ ഒരു ഒച്ചറിയണം. ആരുമില്ല ഇവിടെ കേൾക്കാൻ. ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അടുത്തേക്ക് ചെറുപ്പേന ഉണ്ടാക്കാറുണ്ട്. ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഉമ്മാക്ക് ഇതായില്ലേ. പിന്നെ എല്ലാരും നിങ്ങൾ എല്ലായിടത്തും തിരിച്ചറിയൽ തുടങ്ങും. അറിയില്ലേ കാരണം അടുപ്പത്തൊക്കെ അല്ലേ പറയാതെ കൊണ്ടാക്കണം. അപ്പൊ ഇത് ഞാൻ സാധനങ്ങൾ എടുത്തരണ്ടേ, നിങ്ങൾ ഇട്ടാ മതി. ഇത് കാണില്ല, ഉള്ളിക്ക് കാണൂലല്ലോ. എന്താ ഇത് വെക്കി ഞാൻ പറഞ്ഞുതരാ. അതെ, 2 ആള് സൗണ്ട് പറ്റൂല. ഒരാൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോ 2 ആൾക്ക് സൗണ്ട് എത്ത നിങ്ങളെ കഥ. സാധനത്തിന് ഇറങ്ങി പോണ്ട. ഓർക്കനെ പറഞ്ഞോളിട്ടാ. കുക്കർ അടുപ്പത്ത് വെക്ക. ഇടുന്ന സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടാ മതി. ചെറുനാരങ്ങ ഇവിടെ തോട് ഇവിടെ ഉണ്ട്. ചെറിയ കണ്ട ഫ്രിഡ്ജിലുണ്ട് 2 തോടാ. ചീരുള്ളിൻ്റെ അതിൽ എടുത്തുണ്ടല്ലേ. ഇതുണ്ടല്ലോ. എത്ര ഗ്ലാസ് അരി എടുത്തേക്കുന്നു? ഇത് 100 ഗ്ലാസ് അല്ലേ? എന്ത് പറഞ്ഞാണ്ട് ഇതിന് 4 ഗ്ലാസ് അരി എടുത്തുണ്ട്. അപ്പോൾ 8 ഗ്ലാസ് വെള്ളമല്ലേ വേണ്ടത്? 8 ഗ്ലാസ് വെള്ളം. 8 ഗ്ലാസ് വെള്ളം നമ്മൾ അളന്ന് വെച്ചോളാം. അതിലത്തെ വെള്ളം കൊണ്ടാണ് കോഴി തിളപ്പിക്കണത്. ആദ്യം ഇതൊക്കെ ഇട്ടിട്ടല്ലേ കോഴി തിളപ്പിക്കുക.
നിങ്ങൾക്ക് പറഞ്ഞു തരികയാണേ. ആദ്യം ഇതൊക്കെ ഇടൂലേ വെളിച്ചെണ്ണയില്? വെളിച്ചെണ്ണ ഇടണം. ചെറുപ്പാക്ക് തപ്പിപ്പായ ആ വെളിച്ചെണ്ണ എടുക്കണ്ട, അല്ലെങ്കിൽ ഇതാ വെളിച്ചെണ്ണ. അതിൽ വെള്ളം പോയിട്ടില്ല. വെളിച്ചെണ്ണ 2 ടീസ്പൂൺ. നാല് പീസ് കറാമ്പൂവ്, തങ്കോലം 1 പീസ്, ഏലക്കായ് 2 പീസ്. ആ കൊള്ളിയിട്ട അളക്കണ്. ഗരം മസാല 1/4 ടീസ്പൂൺ. ജീരകം 1/4 ടീസ്പൂൺ. വലിയ ജീരകം ഇടല്ലോ അതില്. പിന്നെ ചൂടായി വരുമ്പോൾ അതിലോട്ട് സവാള ഇടാം, വലിയ ഉള്ളി. അതുമാതിരി ഈ വെളുത്തുള്ളി. ഉണക്ക ചെറുനാരങ്ങ. മാഗി 1 കട്ട. നമ്മൾ മുന്നേ കീറി വെച്ച പച്ചമുളക്. കോഴി വെന്തതിന് ശേഷം അതിലോട്ടുള്ള മിക്സിങ് മഞ്ഞപ്പൊടി, കുരുമുളക് പൊടിക്കുന്നത്, കൊത്തമല്ലി, വലിയ ജീരകം, സഹജീരകം, ഇഞ്ചി എല്ലാം 1 ടീസ്പൂൺ. അതിലേക്കുള്ള ഉപ്പും കൂട്ടിയിട്ട് ഇതിൽ മിക്സ് ചെയ്യാം. അത് ഇഞ്ചിക്ക് പകരമാണ് ചുക്കുപൊടി ഇഞ്ചി ഇട്ടാലും മതി. ഞങ്ങളുടെ അടുത്ത് ചുക്കുപൊടി ഉണ്ടായിരുന്നു, അപ്പോൾ അത് പെട്ടെന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഇതിട്ടതാണ്. ഉപ്പ് കോയ്മ തേക്കാനുള്ള മസാലയാണ്. നമ്മളെ ചിക്കൻ റെഡി ആയിരിക്കും. അല്ലാതെ ആരെയും അതുപോലെ അനുകരിച്ചുകൊണ്ട് ചിക്കൻ ഓപ്പൺ ചെയ്തു. കുക്കർ ഇതിൽ നിന്ന് ഓരോ പീസ് വീതം
വെന്ത ചിക്കനെ മാറ്റുകയാണ്. കത്തിച്ച ഉള്ള തിളക്കട്ടെ. നെയ്ച്ചോറിൻ്റെ അരി വെച്ചിട്ടാണ് നമ്മൾ കപ്സ വെക്കുന്നത്. അപ്പോൾ ഇതിൽ ഉപ്പുണ്ടാവും. നമ്മൾ ആദ്യം ഇട്ടത് നേരിട്ടാണ്. ഉപ്പുണ്ട്. വെള്ളം ഊറ്റിയ അരിയാണ് അതിലോട്ടിട്ട്. അതിലേക്കുള്ള ക്യാരറ്റ്, മല്ലിച്ചപ്പ്, കരിവേപ്പിൻ്റെ ഇല, ഇത് മൂന്നും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി കുറച്ചൊന്ന് വെള്ളം പറ്റിയതിൻ്റെ ശേഷം ഒറ്റ വിസിലടിക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ഈ എടുത്തു വെച്ച കോഴി മസാല പുരട്ടിയിട്ട്, സ്പെഷ്യൽ മസാല പുരട്ടിയിട്ട് അതിൻ്റെ മേലോട്ട് വെക്കുക. എന്നിട്ടൊരു വിസിലും കൂടി അടിച്ചാൽ സംഗതി റെഡി. നമ്മൾ ആദ്യം പൊടിച്ചു വെച്ച മസാലകളൊക്കെ കൂടി ഈ ഡയലിലോട്ട് മാറ്റണം. ഇത് മിക്സ് ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണ് മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഇത് മിക്സാക്കുക. എന്നിട്ട് ഓരോരോ പീസിൽ ഇത് കുറേശ്ശെ തേക്കുക. എല്ലാം കൂടി ഇതിലിട്ടിട്ടൊന്ന് മിക്സിങ് ആക്കുക. ജസ്റ്റ് ഒന്ന് ആയാൽ മതി. ഒന്ന് കളറ് പിടിക്കാനാണ്. നമ്മൾ കളറായിട്ട് ഇതിലൊന്നും ചേർത്തിട്ടില്ല. ഇതിൽ നമ്മൾ ചേർക്കുന്നത് ഒരു 10 മിനിറ്റ് ആ റൈസ് ആവുന്നത് വരെ ഇതൊന്ന് ഇതിൽ തന്നെ വെക്കുക. ഒന്ന് മസാല പിടിക്കട്ടെ. ഒരു വിസിലടിച്ചു, സാധനം റെഡിയായി, ചോറ് റെഡിയായി. ഇനി ഈ കുക്കർ ഓപ്പൺ ചെയ്തിട്ട് ഇപ്പം നമ്മൾ ആദ്യം എടുത്ത് വെച്ച ചിക്കന് ഒന്ന് ഇളക്കിയാൽ വളരെ ഉഷാറാവും. ഒന്നും കൂടെ ഒന്ന് ഇതാവണം. അപ്പം നമ്മളൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അതിൻ്റെ മേലോട്ട് ഈ ചിക്കൻ ഒന്ന് അടുക്കി വെക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് വേണമെങ്കിൽ ഇടാം. അല്ലാതെ എങ്ങനെയും വെക്കാം. ഇങ്ങനെ വെച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. വേണമെങ്കിൽ ഈ വെള്ളം ഇതിലോട്ട് കുറഞ്ഞ തട്ടാത്ത മസാല എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മേലോട്ട് വേണമെങ്കിൽ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി അതേപോലെ ഒന്നുകൊണ്ട് ദമ്മാക്കി വെച്ചാൽ മതി. ഇനി അരമണിക്കൂർ ദമ്മിൽ അവിടെ ഇരുന്നോട്ടെ.
അങ്ങനെ നമ്മുടെ ചോറ് റെഡി ആയിരിക്കുന്നു. ഇത് റെഡിയായി. നമ്മൾ ചോറ് വിളമ്പാൻ പോകുന്നു. മിക്സ് ചെയ്താളി. അങ്ങനെ ചോറ് റെഡിയായി. വലിയ പീസ് ഒക്കെ ഇടാം. കാലുക ഒരു കാലം കൂടി ഇങ്ങനെ കൂട്ടാനുണ്ട്. കൂടെ എങ്ങനെയെങ്കിലും വെച്ചോട്ടെ. കൂട്ടാനുണ്ട്. മാകൊണ്ട് എന്തൊക്കെയാണെന്ന് പറയണ്ട. ചെറുപ്പം പറഞ്ഞോളൂ. പറഞ്ഞ ഒരാളെ സൗണ്ട് കൂടെ എടുക്കുക. ഇത് നാരങ്ങപ്പിലിട്ടതും അച്ചാറും സുർക്കയാണെന്ന് പറഞ്ഞാൽ ഇത് സുർക്ക, ഇത് അച്ചാറ്, ഇത് നാരങ്ങപ്പിലിട്ടത്. എന്താ സാറായിരുന്നു. ടേസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കി. നല്ല സാറുണ്ട്. മസാലൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.